ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ഡേ ഫുൾ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. മാക്സിമം ഉച്ച വരെയുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇന്ന് നല്ല ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീറ്റത്. ഒന്നാമത്തെ കാര്യം ഇന്നായിരുന്നു പോണ്ട ഓഫാണ്. രണ്ടാമത്തത് എനിക്ക് വിളക്കൊന്നും തെളിക്കാൻ പാടില്ല കേട്ടോ. കാരണം എൻ്റെ വീട്ടിലൊരു കുഞ്ഞാവ് ജനിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിളക്കൊന്നും തെളിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ രാവിലെ കുളിച്ചുമില്ല. കുളിക്കാനായിട്ട് എനിക്കത് ഇന്നലെ നല്ല തുമ്മലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂടണ്ടെന്ന് വിചാരിച്ചാട്ടോ രാവിലെ പിന്നെ കുളിക്കാത്തത്. പിന്നെ അതുകൊണ്ട് രാവിലെ ബ്രഷൊക്കെ ചെയ്ത് ഫേസ് വാഷ് ഒക്കെ ചെയ്തു. പിന്നെ ഇങ്ങനെ എല്ലാ ദിവസവും എൻ്റെ റൂട്ടീൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. മാറിയും തിരിഞ്ഞും ഒക്കെ ഇരിക്കും കേട്ടോ. പിന്നെ നേരെ ഞാൻ ഹോളിലോട്ട് ചെന്ന് ഈ ജനൽ തുറന്നിട്ടിട്ട് എൻ്റെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പൊ അവിടെ രാവിലെ വരുന്നവരെയും പോകുന്നവരെയൊക്കെ നോക്കി വൈകുന്നേരം എന്ന് തന്നെ പറയാം, നോക്കി ഇരുന്നിട്ട് നേരെ അടുക്കളയിലോട്ട് പോകും കേട്ടോ. അടുക്കളയിൽ ചെന്നിട്ട് ഇന്നലെ വൈകിട്ടായിരുന്നു കേട്ടോ ഏട്ടൻ ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്. എനിക്കാണെങ്കിൽ കുളിച്ചതിനൊക്കെ ശേഷം ഈ ബീഫും മീനൊക്കെ നന്നാക്കി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് അതേപടി ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് തണുപ്പ് മാറാനായിട്ട് പുറത്തോട്ട് വെച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതിനുള്ള മുട്ടയൊക്കെ എടുത്ത് അതിനെ വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചു കേട്ടോ. ഞാൻ പിന്നെ ചോറിനുള്ള വെള്ളവും കൂടെ അടുപ്പിൽ വെച്ചു. ഞാൻ കുക്കറിൽ എനിക്ക് ചോറ് വെക്കുന്നത് ഇഷ്ടപ്പെടില്ല കേട്ടോ. ഞാൻ ഒരു ദിവസം കുക്കറിൽ ചോറ് വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരുമാതിരി വെന്ത് കുഴഞ്ഞ തോന്നി. അതുകൊണ്ട് ഞാൻ എപ്പോഴും റൈസ് കുക്കറിലാണ് വയ്ക്കുന്നത് കേട്ടോ. പിന്നെ അതിനുശേഷം പൂരിക്കുള്ള മാവ് കുഴച്ചു കേട്ടോ. ഞാൻ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് റവയും പാലും പഞ്ചസാരയൊക്കെ ഇട്ട് കുഴച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ രാവിലെ ഞാൻ ചായയും കാപ്പിയൊന്നും കുടിക്കത്തില്ല. ഇതേപോലെ ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിക്കുന്നത്. ഞാൻ കുറച്ച് നാളത്തേക്ക് വെള്ളം കൂടി കുറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ഇപ്പൊ എനിക്ക് വയറുവേദനയും കൂടി. അപ്പൊ എനിക്ക് മനസ്സിലായി വല്ല യൂറിൻ ഇൻഫെക്ഷൻ ആയ ഞാൻ പെടും. അതുകൊണ്ട് പിന്നെ ഇപ്പം വെള്ളം കൂടിയുടെ അളവും കൂട്ടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടോ അരി വെള്ളത്തിൽ ഇടുന്നത് ഇങ്ങനെ 3 പ്രാവശ്യം ചുറ്റിയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ ഏട്ടൻ പറയും, എന്തിനായിട്ട് നീ ചോറ് വെക്കുമ്പോൾ കൂടോത്രം ചെയ്യുവാണോ എന്ന് പറയും കേട്ടോ. അതല്ല, എൻ്റെ വീട്ടിലെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചോറിന് അരി ഇടുന്ന സമയത്ത് ഇങ്ങനെ ചുറ്റിച്ച് ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് അന്നത്തിന് ബുദ്ധിമുട്ട് വരുത്തരുതെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇടാനെന്ന് കേട്ടോ. അപ്പോൾ ഏട്ടനതൊക്കെ കാണുമ്പം പറയും, ഓ പിന്നെ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പുള്ളിക്കാരൻ അതിനൊന്നും വലിയ വിശ്വാസ കാര്യമൊന്നുമില്ല, ദൈവവിശ്വാസിയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എന്നെ കളിയാക്കും കേട്ടോ. പിന്നെ അപ്പം ചോറ് അവിടെ ഇരുന്ന് തിളയ്ക്കുമല്ലോ. അതിനുശേഷം ഞാൻ മുട്ടക്കറിക്കുള്ള ഉള്ളിയും സവാള അരിയാൻ തുടങ്ങി കേട്ടോ. എനിക്ക് ചില സമയത്ത് സവാള അരിയുമ്പോൾ കണ്ണ് നീറും, ചില സമയത്ത് നീറില്ല. അതെന്താന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് മുട്ടക്കറി എന്ന് പറയുന്നത് മുളക് പൊടിയൊന്നും ഇടുന്നില്ല. സാധാരണ പച്ചമുളകും തേങ്ങാപ്പാലും ഒക്കെ വെച്ച് ഒരു കുറുമ പോലത്തെ കറിയായിട്ട് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മസാല കറിയൊക്കെ വെച്ചപ്പോൾ നെഞ്ചിരിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മസാലയൊക്കെ കുറച്ചുള്ള ഒരു കറിയായിട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിന് വേണ്ട തക്കാളി, പച്ചമുളക്, ഇഞ്ചി അതൊക്കെ അരിഞ്ഞു വെച്ചു. അപ്പോഴാണ് ബെഡ്റൂമിൽ നിന്ന് ഒരു വിളി കേട്ടത്, ചായ എന്ന്. അപ്പോഴാണ് അച്ഛനും മക്കളും ഒക്കെ എണീറ്റിരിക്കുകയാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അച്ഛനും ഒക്കെ ബ്രഷൊക്കെ ചെയ്ത് വന്നിരുന്നിട്ട് മക്കളുള്ള രണ്ടുപേരുടെയും ഈ കയ്യിലെ നഖങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വെട്ടി കേട്ടോ. അപ്പൊ എൻ്റെ അടുത്ത് വെട്ടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത്ര നാൾ ഞാനല്ലേ വെട്ടിയത്, ഇനി അച്ഛനും കൂടെ ഒക്കെ മക്കളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമാവട്ടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ എന്നെ ഒരു നോട്ടോ നോക്കിയിട്ടിരുന്ന് കയ്യിലെ നഖമൊക്കെ വെട്ടു കേട്ടോ. അങ്ങനെ കറിയുമായി പൂരിയും ഉണ്ടാക്കി കേട്ടോ. അപ്പം ഈ പൂരി എൻ്റെ മൂത്ത മോക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ പറഞ്ഞു, എനിക്ക് വിശക്കുന്ന, അല്ലെങ്കിൽ വേറെ ഏത് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചാലും അവൾക്ക് വേണ്ട, ഇത് പൂരിയാണെന്ന് പറഞ്ഞാൽ അവൾക്ക് നേരത്തെ ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഏട്ടനും അവളും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ നാട്ടിലോട്ട് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് പോവാം കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അച്ഛനും വാങ്ങാൻ വേണ്ടിയിട്ട് അച്ഛനും അവളോട്ട് പോവാം. പിന്നെ ഞാനും കല്യാണിയും വേണ്ടി മാത്രം ഫ്ലാറ്റിലുള്ളത്. അപ്പോൾ രാവിലെ പൂരി കഴിച്ചുകൊണ്ട് പുള്ളിക്കാരി കുറുക്ക് കഴിച്ചില്ലായിരുന്നു. അല്ലെങ്കിൽ എന്നും രാവിലെ ഒക്കെ ഞാൻ കുറുക്കാ കൊടുക്കുന്നത്. അപ്പോൾ പൂരി കഴിച്ചപ്പോൾ പിന്നെ കൊടുക്കാന്ന് വിചാരിച്ച കുറുക്ക്. അങ്ങനെ പിന്നെ ഞാൻ കുറുക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ അവൾക്ക് ഓരോരോ ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാട്ട് പാടണം, കഥ പറയണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ അവൾക്ക് ചെയ്യണം. പിന്നെ തുണിയൊക്കെ അലക്കി. ഞാൻ തുണി അങ്ങനെ കൂട്ടിയിടത്തില്ല. ഞാൻ അന്നത്തുള്ളത് അന്ന് തന്നെ നനച്ചിടും കേട്ടോ. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീനിലാണല്ലോ നടക്കുന്നത്, നമുക്ക് വേറെ പാടില്ലല്ലോ, വാഷിംഗ് മെഷീൻ തന്നെ അങ്ങനെ ചെയ്യുമല്ലോ. പിന്നെ ഇവിടെ ബാൽക്കണി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ റൂമിന്റെ ഒരു ജനലിന്റെ സൈഡിലായിട്ടാണ് ഞാൻ തുണികളൊക്കെ വിരിക്കുന്നത്. ഉണങ്ങി കിട്ടും കേട്ടോ. കാരണം ഇവിടെ നന്നായിട്ട് ആ ഒരു സൈഡിൽ നന്നായിട്ട് വെയിൽ വരും. അപ്പൊ ഈ തുണി വിരിച്ചതിന് ശേഷം ഞാൻ ജനലും അങ്ങ് തുറന്നിടുമ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും തുണി നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ.
എനിക്ക് ബാൽക്കണിയൊക്കെ ഉള്ള ഫ്ലാറ്റ് നോക്കാനായിരുന്നു ഇരുന്നത്. പക്ഷെ നമുക്കത് കിട്ടിയില്ല. പിന്നെ നമ്മളെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അത് ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതുവരെയൊക്കെ ഞാൻ സെറ്റായി. പിന്നെ ഉച്ചക്കുള്ള പരിപാടിയിലൊക്കെ കയറുന്നു. ഈ സാധനം എന്താന്ന് മനസ്സിലായോ? ഇതാണ് ഒറ്റമുട്ട എന്നാണ് പറയുന്നത് കേട്ടോ. ഞാനിത് പല ഇതിലും കണ്ടിട്ടുണ്ട്. എനിക്കിത് വാങ്ങണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹം കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. മുന്തിരിക്കുല പോലെ കിടക്കുന്നല്ലേ. അങ്ങനെ ഇത് ഇന്നലെ ഞാൻ കടയിൽ പോയായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവിടെ ഇരിക്കുന്നത് കണ്ടു കേട്ടോ ഫിഷ് മാർക്കറ്റിൽ. അങ്ങനെ മേടിച്ചായിട്ടോ. ആദ്യമായിട്ടാണ് കറി വയ്ക്കുന്നത്. കറി ചോക്ക എങ്ങനെയാണെന്ന്. ഞാൻ കരയുന്നതല്ല, ഉള്ളി എരിഞ്ഞിട്ടുള്ള കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ഇത് കറി വെച്ച് നോക്കാം. ഞാൻ ഇത് ഭംഗിയുണ്ടായിട്ടോ ആദ്യം മേടിച്ചത്. ഞാൻ ഒരുപാട് യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തർ ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കൊതിയുണ്ടായിട്ടോ ഉണ്ടാക്കിയത്. അപ്പൊ ഇത് വാങ്ങുമ്പോഴേട്ടൻ പറഞ്ഞ് ഞാൻ കഴിക്കില്ല, അപ്പൊ മോൾ പറഞ്ഞ് എനിക്കും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാത്രം കഴിക്കണമെന്ന് വിചാരിച്ചേട്ടോ ഇത് ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാക്കി അത് ഇച്ചിരി പൊട്ടിത്തെറിയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വേവിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്നാലും ചെറിയൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ സാധനം ഞാൻ മാത്രം കേട്ടോ കഴിച്ചു തീർത്തത്. പിന്നെ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ പുള്ളിക്കാരി ഇതേപോലെ, കാരണം അവക്ക് കളിക്കാൻ ചേച്ചി ഇല്ലാത്തത് കൊണ്ട് എന്നെയാണ് ശല്യപ്പെടുത്താൻ വരുന്നത് കേട്ടോ. അപ്പൊ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വരും, അമ്മ അതിട് ഇതിടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പോകുന്ന സമയത്ത് അടുക്കളയിൽ നിൽക്കുന്ന കുറെ പാത്രങ്ങളും കൂടെ എടുത്തോണ്ട് പോകും. ഇപ്പം കൊണ്ടുപോയത് ഇഡലി കൂട്ടാണ് കേട്ടോ. ഇഡലി കൂട്ടോ, സ്പൂണ്, തവി, ഇതൊക്കെയാണ് അവക്ക് താല്പര്യം കളിപ്പാട്ടത്തിനെ കാട്ടി. അപ്പോഴേക്ക് ഏട്ടൻ വന്ന് അപ്പൊ ഈ ഒരു മോര് മേടിച്ചോണ്ട് വന്നു കേട്ടോ. അപ്പൊ അതും കുടിച്ച് അപ്പോഴത്തേക്കും ചോറൊക്കെ വെന്ത്, ചോറും അരിയൊക്കെ ഊറ്റി. ഞാൻ കഞ്ഞിവെള്ളം ചിലപ്പം കളയില്ല കേട്ടോ. മക്കൾക്ക് ഇളയാൾക്ക് ഇഷ്ടം കേട്ടോ കഞ്ഞിവെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ അത് കൊടുക്കും. സ്പെഷ്യല് ബീഫ്, കണവത്തോരൻ, മുട്ട. ഡെയിലി ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇന്ന് എന്താ പറയുക, ഇന്നലെ കടയപ്പോ ബീഫ് മേടിച്ച്, 2 ദിവസം മുമ്പ് കണവ മേടിച്ച്. അപ്പൊ എല്ലാം തീർക്കണം. നാട്ടിൽ പോകുന്നുണ്ട് നമ്മള്. അപ്പൊ അതുകൊണ്ട് ഫ്രിഡ്ജ് കാര്യേക്കാളും പരിപാടിയാണ് ഇതെല്ലാം. അങ്ങനെ ലഞ്ചൊക്കെ റെഡിയായി. ചോറും കണവത്തോരനും മുട്ട ആ മുട്ടയുടെ റോസ്റ്റും പിന്നെ ബീഫും. അങ്ങനെ അതെല്ലാം കൂടെ കഴിച്ചു. മുട്ടയുടെ അത് ഞാൻ മാത്രം കേട്ടോ കഴിച്ചത്, വേറെ ആരും കഴിച്ചില്ല കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഈ ഒരു പണിയാണ് എനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നുന്ന ഒരു സംഭവം, ഈ പാത്രം കഴുകല്. ഈ ബീഫ് വെച്ചാലും ഈ അടുക്കള ഫുള്ള് ഒരു സ്മെല്ലായിരിക്കുമല്ലോ. അപ്പൊ അതിനുശേഷം ഞാൻ മറ്റേ ഈ പുൽത്തൈല അല്ലെങ്കിൽ ഡെറ്റോൾ അതെങ്ങാനും വെച്ച് ഞാൻ കഴുകും കേട്ടോ. പിന്നെ ഈ ചോറ് കഴിക്കുന്ന സമയത്ത് ഈ കല്യാണി പച്ചച്ചോറൊക്കെ വാരിക്കൊണ്ട് ഓടിക്കളയും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഉച്ചയ്ക്കുള്ള വേസ്റ്റ് അപ്പോഴും തന്നെ എടുത്ത് കളയും കേട്ടോ. ഇവിടെയാണ് നമ്മളെ വേസ്റ്റ് ഒക്കെ ഇടേണ്ട സ്ഥലം. അപ്പോൾ വേസ്റ്റ് ഒക്കെ വെച്ചതിന് ശേഷം ഫുള്ള് റൂമെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നേരെ കല്യാണി ഉറക്കാൻ കയറി കേട്ടോ. അപ്പോൾ കല്യാണിക്ക് ഞാൻ തന്നെ ഞാൻ പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. എന്ന് ഇല്ല, അമ്മ കൂടെ വരണമെന്നൊക്കെ പറഞ്ഞിട്ട്, എന്ന് അവള് എൻ്റെ കൂടെ കിടക്കത്തുള്ളൂ. അങ്ങനെ അവളെയും ഉറക്കി. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.